ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ SSLC വിദ്യാർത്ഥികളെ, ഇനി നിങ്ങൾ SSLC വിദ്യാർത്ഥികളാണ്, 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളല്ല. അതിന് സാർ ഞങ്ങൾ 9ാം ക്ലാസ്സിൽ ജയിച്ചിട്ടില്ലല്ലോ, റിസൾട്ട് വന്നിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പേടിക്കണ്ട, നിങ്ങൾ എല്ലാവരും പാസ്സാവും. നിങ്ങൾ തോറ്റാൽ ഞാൻ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് വേണ്ടെന്ന് തരും. നിങ്ങൾ എന്തായാലും ജയിക്കണം, അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അത് പോട്ടെ, ഇനി നമ്മൾ SSLCയെ കുറിച്ചാണ്. ഇനി ഒരു കൊല്ലം മൊത്തം SSLC കയറുമോ, മൊത്തം ഒരു SSLC മയമായിരിക്കും. അപ്പം ഞാൻ ഫാസിൽ അറക്കൽ, പേര് നിങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു. അറക്കൽ എന്ന് വിളിച്ചാൽ മതി. നമ്മുടെ സബ്ജക്റ്റ് ബയോളജിയാണ്. അപ്പോൾ SSLCയിലെ ബയോളജിയുമായി ബന്ധപ്പെട്ട് ഒരു 2 കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ്, അതെങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു സിമ്പിൾ ഇതിവൃത്തം. ഓക്കെ, ടോട്ടൽ നമുക്ക് 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. എത്ര ചാപ്റ്റർ? 6 ചാപ്റ്റർ കേട്ടോ. അതിൽ 1ാമത്തെ ചാപ്റ്റർ ജനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവില്ല. അതായത് ജീനുകളെ കുറിച്ച്, പിന്നെ അതുപോലെ തന്നെ അലീലുകളെ കുറിച്ച്, DNA കുറിച്ച് അതൊന്നും ഇതുവരെയും നിങ്ങൾ 9ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി പുതിയ ടോപ്പിക്കാണ്. അതൊരു രസകരമായുള്ള സാധനമാണ്, സൂപ്പറായിട്ട് പഠിക്കാം. 2ാമത്തെ ചാപ്റ്റർ പാർട്സ് ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തിന്റെ വഴികൾ. ഇതും ഒരു പുതിയ ടോപ്പിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടുണ്ടാവില്ല. ഇതും ഭയങ്കര രസമാണ്. ഭൂമി എങ്ങനെയുണ്ടായി, ജീവൻ എങ്ങനെയുണ്ടായി, ജീവികൾ എങ്ങനെയുണ്ടായി, അങ്ങനെ കുറച്ച് രസകരമായുള്ള സാധനങ്ങൾ. പിന്നെ 3ാമത്തെ ചാപ്റ്റർ ബിഹൈൻഡ് സെൻസേഷൻസ്, സംവേദനങ്ങൾക്ക് പിന്നിൽ. അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. നിങ്ങൾ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. മെയിൻ ചെയ്യേണ്ട സീനില്ല, നമുക്ക് സെറ്റാക്കാം. 4ാമത്തെ ചാപ്റ്റർ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം, ജീവികളുടെ രാസസംവേദനം. ഇതിലൊരു വെറൈറ്റി, വേറെ തന്നെ ഒരു കിടിലൻ സാധനത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ഹോർമോൺ എന്ന് പറയുന്ന ഒരു സാധനം. നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലല്ലോ ഹോർമോൺ. കേട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബഹുഭൂരിഭാഗം ആൾക്കാരും കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അതൊരു പുതിയൊരു സാധനമാണ്. അപ്പൊ എന്താണ് ഹോർമോൺ, ആരാണ് ഹോർമോൺ, എന്തൊക്കെയാണ് ഹോർമോൺ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് പറഞ്ഞ പോലെ, ആരാ ഇതൊക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യും. പിന്നെ 5ാമത്തെ ചാപ്റ്റർ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ, പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും, രോഗങ്ങളെ കുറിച്ച്, പിന്നെ അതുപോലെ തന്നെ രോഗങ്ങൾ എങ്ങനെ പ്രിക്കോഷൻ ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ രോഗങ്ങൾക്ക് കാരണമാകുന്ന പാത്തജൻസ് ആര്, പിന്നെ രോഗം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചികിത്സകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ ബയോളജി ആൻഡ് ടെക്നോളജി. നമ്മളെ ചുറ്റുപാടും ഇഷ്ടം പോലെ ടെക്നോളജികളുണ്ട്. നമ്മളൊക്കെ ടെക്നോളജികൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ബയോളജിയിലെ ടെക്നോളജികൾ ഏതൊക്കെയാണ്, അതെന്തൊക്കെ സംഭവങ്ങളാണ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായുള്ള രസകരമായുള്ള കുറേ കാര്യങ്ങളാണ് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ 9ാം ക്ലാസ്സിൻ്റെ പോലെ വലിയ ഒരു ബോറിങ് സാധനം ഒന്നല്ല. 9ാം ക്ലാസ്സിൽ ഫുള്ള് ഫിസിയോളജിയാണ്. ഡൈജഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, അങ്ങനത്തെ ഒരു പൊട്ട സാധനങ്ങളല്ല. ഇതൊരു വെറൈറ്റി സാധനങ്ങളാണ്. ഒക്കെ ഒരു ഒന്നിനൊന്ന് മെച്ചത്തിലുള്ള സംഭവങ്ങളാണ്. നമുക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിക്കാം. പിന്നെ എന്തിനാമത്തെ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്, നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇനി ഒരു ബേസിക് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പതിയെ നമ്മൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എന്ത് ചെയ്യുന്നു, SSLC ബയോളജി സെറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം, നമ്മുടെ അസ്ത്ര ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ ഒരു സ്ക്രോൾ പോകുന്നില്ലേ, ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിക്കാം. അങ്ങനെ അസ്ത്ര ബാച്ചിൽ നമ്മൾ ഡെയിലി ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും പിന്നെ ക്വസ്റ്റ്യൻ പോളുകളും അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ നല്ല അടിപൊളിയായിട്ട് റൊമാൻറ്റിക് ആയിട്ട് അതിൽ പഠിക്കാം. അപ്പോൾ ഇത് വേഗം എന്ത് ചെയ്യാം, അസ്ത്ര ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ സി യു സൂൺ. വീണ്ടും കാണാൻ നിങ്ങളുടെ സ്വന്തം അറക്കൽ.